ആദ്യം പുറത്തറിഞ്ഞത് വീട്ടിലെ വൻ മോഷണം, രണ്ടാം ദിവസം മരുമകളുടെ കൊലപാതകം. കണ്ണൂരിലെ കല്യാട്ടെന്ന കൊച്ചു ഗ്രാമം വലിയ നടുക്കത്തിലാണ്. കല്യാട്ട് സ്വദേശിനി സുമതയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നെന്ന വിവരം ഏവരെയും അമ്പരപ്പിച്ചു. പിന്നാലെ മോഷണം നടന്ന വീട്ടിലെ മരുമകളിലേക്ക് അന്വേഷണം എത്തുന്നു. അവർക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നതിനിടെ കർണാടകയിലെ ഒരു ലോഡ്ജിൽ ചോരയിൽ കുളിച്ച് കൊല്ലപ്പെട്ട നിലയിൽ ദർശിതയെ കണ്ടെത്തി. വിദേശത്തുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട യുവതിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കല്യാട്ടെ കവർച്ചയും യുവതിയുടെ കൊലപാതകവും ആസൂത്രിതമെന്നാണ് കണ്ടെത്തൽ. എന്നാൽ യുവതിയെ എന്തിനാണ് ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും പല ദുരൂഹതയുമുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ ഭർത്തൃവീട്ടിൽ നിന്നും പണവും സ്വർണവും മോഷ്ടിച്ച് നാടുവിട്ട യുവതി. പിന്നീട് അവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കർണാടകയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കണ്ണൂർ കല്യാട്ടെ വീട്ടിൽ നടന്ന വൻ കവർച്ചാ കേസിൻ്റെ അന്വേഷണത്തിലാണ് ദർശിത എന്ന യുവതിയുടെ കൊലപാതക വിവരം പുറത്തു വന്നത്. വെള്ളിയാഴ്ച 2 വയസ്സുള്ള കുട്ടിയുമായി കണ്ണൂരിൽ നിന്നും കർണാടകയിലെ സ്വന്തം വീട്ടിലെത്തിയ ദർശിത കുഞ്ഞിനെ വീട്ടിലാക്കിയ ശേഷം ആൺസുഹൃത്തിനൊപ്പം പോയതാണ്. തുടർന്ന് ഇരുവരും സാലി ഗ്രാമത്തിലെത്തി ലോഡ്ജിൽ മുറിയെടുത്തു. പിന്നീട് ലോഡ്ജിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും തുടർന്ന് സിദ്ധരാജു യുവതിയെ കൊലപ്പെടുത്തിയെന്നുമാണ് സൂചന. മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കേസിൽ കർണാടക സ്വദേശി സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്യാട്ട് സ്വദേശിനി സുമതയുടെ വീട്ടിൽ വെള്ളിയാഴ്ച പട്ടാപ്പകലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ സുമതയും മറ്റൊരു മകൻ സൂരജും ചെങ്കൽപ്പണയിൽ ജോലിക്കായി പോയിരുന്നു. ഇതിനു പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന മരുമകൾ ദർശിത കുഞ്ഞുമായി ഹുൻസൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോയി. തുടർന്ന് വൈകിട്ട് 4:30യോടെ സുമത വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയുമാണ് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത്. മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് അലമാര തുറന്നാണ് പണവും സ്വർണവും മോഷ്ടിച്ചതെന്നായിരുന്നു നിഗമനം. വിവരമറിഞ്ഞ് ഇരിക്കൂർ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. സ്വന്തം വീട്ടിലേക്ക് പോയ ദർശിതയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഇവരെ ബന്ധപ്പെടാനായില്ല. ഇതിനു പിന്നാലെയാണ് കർണാടകയിലെ ലോഡ്ജ് മുറിയിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഭർത്തൃവീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന് ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാനാണ് ദർശിത ശ്രമിച്ചതെന്നാണ് നിലവിലെ നിഗമനം. വെള്ളിയാഴ്ച 2 വയസ്സുള്ള കുട്ടിയുമായി കർണാടകയിലെ സ്വന്തം വീട്ടിലെത്തിയ ദർശിത കുഞ്ഞിനെ വീട്ടിലാക്കിയ ശേഷമാണ് ആൺസുഹൃത്തിനൊപ്പം പോയത്. തുടർന്നാണ് ഇരുവരും സാലിഗ്രാമിലെത്തി ലോഡ്ജിൽ മുറിയെടുത്തത്. എന്നാൽ ലോഡ്ജിൽ വെച്ച് ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായെന്നും തുടർന്ന് കാമുകൻ സിദ്ധരാജു യുവതിയെ കൊലപ്പെടുത്തിയെന്നുമാണ് സൂചന. ഞായറാഴ്ചയാണ് ദർശിത കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസ് ഇരിക്കൂർ പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തതായും കർണാടക പോലീസ് അറിയിച്ചിരുന്നു. മുഖമാകെ വികൃതമായ നിലയിലാണ് ദർശിതയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. വായിൽ സ്ഫോടക വസ്തു തിരുകി അത് പൊട്ടിച്ചാണ് ആൺസുഹൃത്ത് ദർശിതയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. മുഖമാകെ വികൃതമായ നിലയിലാണ് ദർശിതയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. മുറിയിൽ രക്തവും തളം കെട്ടി നിന്നിരുന്നു. മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡെറ്റിനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം. ഏറെ നാളായി സൗഹൃദം പുലർത്തിയിരുന്ന ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതും സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചിരുന്നു. ദർശിതയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് സുഹൃത്ത് കർണാടക പോലീസിന് നൽകിയ ആദ്യ മൊഴി. ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോയി. അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. പിന്നീട് ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയി വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ല. ലോഡ്ജ് ജീവനക്കാരെ വിളിച്ച് വാതിൽ പൊളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും വിശദമായ ചോദ്യം ചെയ്യലിലുമാണ് കൊലപാതകത്തിന് പിന്നിൽ ആൺസുഹൃത്താണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സിദ്ധരാജു അവിടെയുണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. കല്യാട്ട് വീട്ടിൽ നടന്ന മോഷണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം.
ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാണാതായ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. വിശദമായ അന്വേഷണത്തിനായി കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘവും കർണാടകയിലെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ആൺ സുഹൃത്തിനു പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും കർണാടക പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. 2024 മെയ് 15 പുലർച്ചെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ നാട്ടുകാർ ഉണർന്നത് 10 വയസ്സുകാരിക്ക് നേരെയുണ്ടായ കൊടും ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പോലീസിനൊപ്പം നാടൊന്നാകെ അണിനിരുന്നു. സംഭവം നടന്ന് 9ാം ദിവസമാണ് അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതി കുടക് സ്വദേശിയായ സലീം എന്ന സൽമാനെതിരെ അതിവേഗത്തിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് സംഭവം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ പ്രതിക്ക് കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ. മരണം വരെയും ജയിലിൽ കഴിയണമെന്നും ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ ചുമന്ന് പാടത്ത് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പ്രതി കുടക് സ്വദേശി PA സലീം എന്ന സൽമാനെതിരെ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടെ സുപ്രധാന വിധി. ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി പ്രതി മരണം വരെ ജയിലിൽ കഴിയണമെന്നും പ്രസ്താവിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 60 സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറിയില്ല എന്നതും പ്രത്യേകതയാണ്. DNA പരിശോധന ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായി. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി കാതിലുണ്ടായിരുന്ന കമ്മൽ മോഷ്ടിക്കുകയും കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് സഹായം ചെയ്തു കൊടുത്ത പ്രതിയുടെ സഹോദരി സുബൈബയെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ്. എൻ്റെ പ്രോസിക്യൂഷൻ വാദം ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ സൊസൈറ്റിക്ക് തന്നെ, സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. ഭീഷണി എന്നാണ് എൻ്റെ വാദം, പ്രോസിക്യൂഷൻ വാദം ഉണ്ടായത്. പക്ഷെ അത് കോടതി പരിഗണിച്ചില്ല. ഇത്തരം ഒരു സ്ഥിതിയാണ് കേസിനെ സംബന്ധിച്ച്. രണ്ടാം പ്രതിയെ സംബന്ധിച്ച് രണ്ടാം പ്രതി ഈ കവർച്ച ചെയ്ത മാല കമ്മൽ കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു. കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു എന്നാണ് രണ്ടാം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം. ആ കുറ്റം അത് ഞാൻ അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, എങ്കിലും കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ചെറിയ ഫൈൻ വിധിച്ചുകൊണ്ട് ആ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. എല്ലാം സംതൃപ്തനാണ് പ്രോസിക്യൂഷൻ. ക്ലാരിറ്റിക്ക് വേണ്ടി സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളത് കോടതി അംഗീകരിച്ചില്ല. സ്ഥിരം കുറ്റവാളിയാണെന്ന് ആ കേസ് 525/2023 കേസ് ഈ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വിക്ടിമിന് വേണ്ടി നോട്ടീസ് പോയിട്ടുണ്ട്. വിചാരണ അടുത്ത മാസം തന്നെ ആരംഭിക്കും. അതും ഇതേപോലെ സമാനമായുള്ള കേസാണ്. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി കാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ മാരകമായി ഇങ്ങനെ ചെയ്ത ഒരു കേസാണ്. 2024 മെയ് 15 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. 39 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായി എന്നതും കേസിന്റെ പ്രത്യേകതയാണ്. ശാസ്ത്രീയ തെളിവുകളടക്കം 117 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MP ആസാദാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി ഇതേ കോടതിയിൽ നേരിടുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളി സ്വദേശിയായ 15-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് പിന്നാലെയായിരുന്നു കഴിഞ്ഞ 5 ദിവസത്തോളമായി പോലീസ്. മലപ്പുറം കോട്ടക്കൽ സ്വദേശി റിയാസിനെ തിരഞ്ഞ് ആദ്യം അയാളുടെ നാട്ടിലെത്തി. അപ്പോഴാണ് പ്രതി നാടുവിട്ടെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് റിയാസിൻ്റെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പാലക്കാടേക്ക്, അവിടെ നിന്ന് സേലം, മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിലൂടെ ചെന്നൈയിലേക്കുള്ള യാത്ര. കോഴിക്കോട് പോലീസ് ചെന്നൈയിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് റിയാസ് പിടികൊടുത്തത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. 15 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം നടത്തി വഴിയിലുപേക്ഷിച്ച് കടന്നുകളഞ്ഞ ശേഷം
പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായതോടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രതി കടന്നുകളയുകയായിരുന്നു. 20 രാത്രി മലപ്പുറത്ത് നിന്ന് പ്രതി പാലക്കാട്ടേക്ക് പോയെന്ന് പോലീസിന് വ്യക്തമായി. ഇവിടെ എത്തിയപ്പോൾ റിയാസ് സേലത്തേക്ക് പുറപ്പെട്ടു. പോലീസ് സേലത്തെത്തിയപ്പോൾ പ്രതി മൈസൂരിലേക്ക് ബസ് കയറി. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോലീസ് മൈസൂരിനും പിന്നീട് ബാംഗ്ലൂരിലേക്കും പോയി. പിന്നീട് ചെന്നൈയിലേക്ക് പോകുമെന്ന നിഗമനത്തിൽ ചെന്നൈയിലെത്തിയ പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ റിയാസാണ് കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മാളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഒരു കുന്നിൻ മുകളിലെത്തിച്ച് മദ്യം നൽകി ബോധരഹിതയാക്കി. പിന്നീട് ഇയാളും കൂട്ടുകാരും താമസിക്കുന്ന മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ സമയം പ്രതിയുടെ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും അവർ കുട്ടിയെ ഉപദ്രവിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പോലീസിന്റെ വാദം കുട്ടിയുടെ കുടുംബം പൂർണ്ണമായി തള്ളുകയാണ്. പീഡനത്തിനിരയാക്കിയ ശേഷം വഴിയിൽ ഉപേക്ഷിച്ച കുട്ടിയെ 5 പേർ പീഡിപ്പിച്ചിരുന്നതായി കുട്ടി തന്നെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി. ഫയർഫോഴ്സ് സ്കൂബ ഡൈവേഴ്സാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കിണറ്റിൽ ഉപേക്ഷിച്ച ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത്. കുട്ടിയെ എത്തിച്ച് പീഡനം നടത്തിയ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളടങ്ങിയതാണ് ഹാർഡ് ഡിസ്ക്. ഇരയായ കുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതി ബ്ലാക്ക്മെയിലിംഗിനായി പകർത്തിയതാണോ എന്നും സംശയമുണ്ട്. കേസിലെ മുഖ്യപ്രതി റിയാസിനെ സഹായിച്ചതെന്ന് കരുതുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പ്രണയത്തിനായിരുന്നപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ എങ്ങനെ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ കഴിയും? എന്തുകൊണ്ടാണ് 2 വർഷത്തിന് ശേഷം യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്? റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളാണിത്. സോഷ്യൽ മീഡിയയും എഴുത്തുകാരും സമൂഹവും എന്തു പറയുന്നു എന്നല്ല കോടതി നോക്കുന്നത്. വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെയായിരുന്നു ഇരയുടെ ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള കോടതിയുടെ ചോദ്യങ്ങൾ. വേടനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. അതേസമയം ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് വേടനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. യുവഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഒരു പെൺകുട്ടിയെ കൂടി വേടൻ പീഡിപ്പിച്ചതായും പോക്സോ അടക്കമുള്ള വകുപ്പുകളുണ്ടെന്നും ഇരയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. പരാതി നൽകാൻ എന്തുകൊണ്ട് 2 വർഷമെടുത്തുവെന്ന് കോടതി ചോദിച്ചു. യുവതിയുമായി നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് വേടൻ ആവർത്തിച്ചു. വേടനും ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുമൊത്തുള്ള ഫോട്ടോകൾ അഭിഭാഷക ഹാജരാക്കി. പ്രതിഭാഗം ഇതിനെ എതിർത്തുവെങ്കിലും ഫോട്ടോകൾ കോടതി പരിശോധിച്ചു. അതേസമയം ബന്ധം വിവാഹത്തിലെത്തിയില്ല എന്നതുകൊണ്ട് എങ്ങനെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന ചോദ്യം കോടതി ഇന്നും ഉന്നയിച്ചു. ലൈംഗിക ബന്ധത്തിന് സമ്മതം നേടിയത് വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നതിനാൽ അത് യഥാർത്ഥ സമ്മതമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് നിയമമെന്ന് പരാതിക്കാരിയും വാദിച്ചു. അന്നു മുതൽ താൻ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോവുകയാണെന്ന വസ്തുത കോടതിയെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പരാതിക്കാരി ഹാജരാക്കി. ഹർജിയിൽ മറ്റന്നാൾ വിധി പറയും. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് വേടനെതിരെ വീണ്ടും കേസെടുത്തു. IPC 294B, 354, 354A1, കേരള ആക്ട് 119A എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക എന്നിവയാണ് കുറ്റങ്ങൾ. 2 ആഴ്ച മുൻപ് വേടനെതിരെയുള്ള പരാതിയുമായി 2 യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നു. പിന്നാലെ സംഭവങ്ങൾ നടന്നത് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതികൾ മുഖ്യമന്ത്രി ഓഫീസ് കൈമാറുകയും ചെയ്തു. ഈ മാസം 21-നാണ് FIR ഇട്ടത്. കേസിൽ അന്വേഷണം തുടരുകയാണ്. ഗവേഷക വിദ്യാർത്ഥിയാണ് പരാതിക്കാരി. ഗവേഷണത്തിന്റെ ഭാഗമായാണ് പരാതിക്കാരി വേടനുമായി സൗഹൃദത്തിലാകുന്നത്. 2020 ഡിസംബർ 20-ന് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. അപമാനിക്കാൻ ശ്രമിച്ച സ്ഥലത്ത് നിന്നും ഈ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. നിലവിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ കേരളത്തിന് പുറത്താണ്. മൊഴിയെടുക്കാനായി ഇവർക്ക് സൗകര്യമുള്ള തീയതിയോ സ്ഥലമോ അറിയിക്കണമെന്ന് സെൻട്രൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.
മാതാപിതാക്കളും മക്കളും തമ്മിൽ പതിവായി വഴക്കും കലഹവും ഉണ്ടാകുന്ന പല വീടുകളും നമ്മുടെ നാട്ടിലുണ്ട്. മദ്യവും ലഹരിയുമാണ് കുടുംബങ്ങളിൽ വില്ലനാകുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ 75-കാരനായ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ മകനാണ്. ചേർത്തല പുതിയകാവ് സ്വദേശി ചന്ദ്രശേഖരനെ മകൻ അഖിൽ മർദ്ദിക്കുമ്പോൾ മറ്റൊരു മകൻ അത് മൊബൈലിൽ പകർത്തി കാഴ്ചക്കാരനായി നോക്കി നിന്നു. ഭാര്യയും മക്കളെ തടഞ്ഞില്ല. സംഭവത്തിൽ സഹോദരങ്ങളായ അഖിൽ, നിഖിൽ എന്നിവർക്കെതിരെ പട്ടണക്കാട് പോലീസ് കേസെടുത്തു. ചേർത്തല പുതിയകാവ് സ്വദേശി ചന്ദ്രശേഖരന് നേരെയാണ് മക്കളുടെ മർദ്ദനം. മദ്യപിച്ചെത്തിയ ഇളയമകൻ അഖിൽ പിതാവിനെ അതിക്രൂരമായി ഉപദ്രവിച്ചു. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. അവശനായ പിതാവിനെ ബലം പിടിച്ച് മടിയിലിരുത്തിയ ശേഷം കഴുത്തു പിടിച്ച് ഞെരിച്ച് തലക്കടിച്ചു. അമ്മയ്ക്കും സഹോദരനും മുൻപിൽ വെച്ചായിരുന്നു സംഭവം നടന്നതെങ്കിലും ആരും പിടിച്ചുമാറ്റാൻ നിന്നില്ല. ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തുക മാത്രമാണ് സഹോദരൻ നിഖിൽ ചെയ്തത്. സംഭവത്തിൽ ഇരട്ട സഹോദരങ്ങളായ അഖിലിനും നിഖിലിനുമെതിരെ പട്ടണക്കാട് പോലീസ് കേസെടുത്തു. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അഖിൽ. ന്യൂസ് 18 ആലപ്പുഴ. ടേബിൾ ഫാൻ കൊണ്ട് തലക്കടിക്കുക, കയ്യിൽ കിട്ടിയ ഫ്ലാസ്ക് മുഖത്തേക്ക് വലിച്ചെറിയുക. ഒരു മകൻ പിതാവിനോട് ചെയ്ത ക്രൂരതകളാണിത്. ഇടുക്കിയിലാണ് മനസാക്ഷിയെ മരവിപ്പിച്ച മകൻ്റെ ക്രൂരത അരങ്ങേറിയത്. ഹൈറേഞ്ചിലെ മുതിർന്ന CPM നേതാവ് കൂടിയായ 84-കാരൻ ആണ്ടവർക്കാണ് സ്വന്തം മകനിൽ നിന്നും ദുരനുഭവം ഉണ്ടായത്. തലയിലും മുഖത്തും അടിയേറ്റ ആണ്ടവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുണ്ടായ ചെറിയ വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു അച്ഛന് നേരെയുള്ള മകൻ്റെ ക്രൂരത. ഇടുക്കി കജനപ്പാറയിലാണ് ക്രൂരത അരങ്ങേറിയത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ സ്വന്തം പിതാവിനെ മകൻ ആക്രമിക്കുകയായിരുന്നു. വാക്കുതർക്കമായിരുന്നു തുടക്കം. പിന്നീട് അക്രമാസക്തനായ മകൻ മണികണ്ഠൻ വയോധികനായ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു. കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മുറിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടേബിൾ ഫാനും ഫ്ലാസ്കും വരെ ഉപയോഗിച്ച് മർദ്ദിച്ചു. ആണ്ടവരുടെ തലയിലും മുഖത്തും സാരമായി പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലും തുടർന്ന് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 84-കാരൻ്റെ നില അതീവ ഗുരുതരമാണ്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാലം CPM രാജക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആണ്ടവർ. അതിക്രമത്തിന് പിന്നാലെ മകൻ മണികണ്ഠനെ പോലീസ് പിടികൂടി. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ സംസാരത്തിനിടയിലെ ചില വാക്കുകളും ആക്ഷേപങ്ങളും പലരെയും വേദനിപ്പിക്കാറുണ്ട്. ചിലർ അത് മനസ്സിൽ പകയായി സൂക്ഷിക്കും. തക്കം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യും. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വയോധികയെ കൊലപ്പെടുത്തിയത് വാടക കൊടുക്കാത്തതിന് നാണം കെടുത്തതിലുള്ള പകവീട്ടലായിരുന്നു. കൊല്ലപ്പെട്ട റംലത്ത് വാടക ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പരസ്യമായി അപമാനിച്ചതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകി. വയോധികയുമായി നേരത്തെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് പ്രതികളായ സൈനുലാബ്ദിനും ഭാര്യ അനീഷയുമെന്ന് പോലീസ് പറഞ്ഞു. കച്ചവടം തുടങ്ങുന്നതിനായുള്ള പണം കണ്ടെത്താനുള്ള കുറുക്കുവഴിയായിരുന്നു മോഷണവും അതേ തുടർന്നുള്ള അരുംകൊലയുമെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണ വഴികളിൽ നിരവധി തവണ പോലീസിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന കേസാണ് തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകം. വയോധിക കൊല്ലപ്പെടുന്ന ദിവസം 2 സമയങ്ങളിലായി വീട്ടിലെത്തിയ ആളുകൾ 2 പേരും കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് സമ്മതിക്കുക.
ആദ്യം കണ്ടെത്തിയ ആളല്ല പിന്നീട് കൊലപ്പെടുത്തിയതെന്ന സ്ഥിരീകരണമായതോടെ അന്വേഷണ സംഘം ആകെ പ്രതിക്കൂട്ടിലായി. അങ്ങനെ ഒരുപാട് തിരിച്ചടികൾ ഈ കേസിൽ പോലീസിന് നേരിടേണ്ടി വന്നു. നിലവിൽ പോലീസ് കൊലപാതകികളെന്ന് കണ്ടെത്തിയ സൈനുലാബ്ദിനും അനീഷയും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അപസ്മാരബാധയെ തുടർന്ന് അനീഷ ചികിത്സയിലായിരിക്കുന്നതിനാൽ സൈനുലാബ്ദിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. കൊലപാതകത്തിനൊപ്പം മോഷണവും നടന്നിട്ടുള്ള കേസിൽ മുൻവൈരാഗ്യവും സാമ്പത്തിക നേട്ടവും കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ആഭരണങ്ങൾ ധരിച്ച വയോധികയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണവളകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടില്ല എന്നതും സംശയമുണർത്തുന്നു. കമ്മലും മൊബൈൽ ഫോണും മാത്രമാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിന്റെ പിന്നിലായിരുന്നു പ്രതികൾ നേരത്തെ താമസിച്ചിരുന്നത്. ആ വീടിന്റെ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട് വയോധിക പ്രതികളെ പരസ്യമായി അപമാനിച്ചിട്ടുണ്ടെന്നും മൊഴിയുണ്ട്. മീൻ കച്ചവടം തുടങ്ങുന്നതിനായുള്ള പണം കണ്ടെത്തുവാൻ കൂടിയാണ് മോഷണമെന്നാണ് സൂചന. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള സൈനുലാബ്ദിൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. ആശുപത്രിയിലുള്ള അനീഷയെ കൂടി ചോദ്യം ചെയ്താലേ പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കാനാകൂ എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 ആലപ്പുഴ. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര നടന്നെന്ന വെളിപ്പെടുത്തലിൽ സാക്ഷിയെ പ്രതിയാക്കിയ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് കരുതിയെങ്കിലും ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാരും ഇപ്പോൾ ആശങ്കയിലാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ആരോപണം. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ആരും പുതിയ പരാതികളുമായി വരാതിരിക്കാൻ ജനങ്ങളെ പോലീസ് ഭയപ്പെടുത്തുന്നു. ക്ഷേത്രത്തെ മറയാക്കി വ്യാജ പ്രചരണം നടക്കുന്നുണ്ടെന്നും കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഉന്നതതല ഇടപെടലുണ്ടെന്നുമാണ് ആക്ഷേപം. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തി. പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഇത്തരം ശ്രമം നടക്കുന്നത്. SITയുടെ കസ്റ്റഡിയിലുള്ള ശുചീകരണ തൊഴിലാളി ചിന്നയ്യ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി T ജയന്ത് പറയുന്നു. SIT അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ SIT ടീം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിൽ നല്ല രീതിയിൽ അതെങ്ങനെയാണെങ്കിലും ആവും. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ ഇത്ര ഫൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ വ്യക്തികൾ പറഞ്ഞവരൊക്കെ NIക്ക് എന്താ കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർ പോരെ, ഇവരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? സത്യാസത്യം പുറത്തു വരുമെന്ന് അറിയാം, നാളെ ഇവർ കുരുക്കാമെന്നറിയാം. ഇതും കൊണ്ട് ഇത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഇപ്പം പത്മലത്ത കേസ് സത്യം അറിയാം ആരാന്ന്? ഈ പ്രഭവത്തിന് അനിയൻ തന്നെയാണ്. ഇവരെല്ലാം കൂടിയാ ഈ ആനമുഖത്ത് നിന്ന് 2 പേരെ കൊന്നത്, തലേനമ്മയുടെ കല്ലിട്ട് തീർന്ന് ആ ചേട്ടനെ അനിയനെ. ഇതിലും അറിയാം ആരാന്ന്? സത്യം അറിയാം. ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. കൂടുതൽ പരാതികൾ വരുന്നത് തടയിടാൻ വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഇതിനിടയിൽ ക്ഷേത്രത്തെ തകർക്കാൻ ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും കേസ് NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ BJP MLAമാരും വിവിധ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ധർമ്മസ്ഥല. പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത് പാലക്കാട് പട്ടാമ്പിയിൽ വീട്ടിൽ കയറി യുവാവിനെയും 9 വയസ്സുകാരനായ മകനെയും മർദ്ദിച്ച കേസാണ്. ഒരാഴ്ച മുൻപാണ് ഒരു കൂട്ടം ഗുണ്ടാ സംഘം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത്. പട്ടാമ്പി കൊപ്പം സ്വദേശി മുഹമ്മദ് ഷാഹിദിനും മകനും നേരെ ആക്രമണം നടത്തിയ കേസിലെ പ്രതികളുമായി പോലീസ് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ആസൂത്രിതമായി നടത്തിയ ആക്രമണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേലെ പട്ടാമ്പിയിൽ ഈ മാസം 17-നാണ് കേസിനാസ്പദമായ സംഭവം. പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമ്മൽ വീട്ടിൽ ഷാഹിദിനും കുടുംബത്തിനും നേരെയാണ് അക്രമം നടന്നത്. രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ ഷാഹിദിനെ മർദ്ദിക്കുകയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തെന്നാണ് പരാതി.
ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ഷാഹിദിന്റെ 9 വയസ്സുകാരനായ മകന് നേരെയും അക്രമം നടന്നു. തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായ 4 പ്രതികളുമായി തെളിവെടുപ്പ് നടന്നു. പട്ടാമ്പി ആനക്കര സ്വദേശികളായ മുഹമ്മദ് നിഷാദ്, മുഹമ്മദ് അൻസിൽ, മുഹമ്മദ് അനീസ്, ഷാജഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. അക്രമം നടന്ന ശേഷം പ്രതികൾ താർ ജീപ്പിൽ കടന്നുകളഞ്ഞു. തുടർന്ന് വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. അക്രമം നടന്ന ഷാഹിദിന്റെ ക്വാർട്ടേഴ്സിലും പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ഉപേക്ഷിച്ച പട്ടാമ്പി ഭാരതപ്പുഴയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ സെൻട്രൽ ജയിൽ തടവ് പുള്ളികളുടെ പറുദീസയാണ്. രാഷ്ട്രീയ തടവുകാരടക്കം കഴിയുന്ന ജയിലിൽ VIP പരിഗണനയാണ് പ്രതികൾക്ക് ലഭിക്കുന്നത്. മൊബൈൽ ഫോണും ലഹരിയും ഉൾപ്പെടെ പുറമേ നിന്ന് എത്തിച്ചു നൽകും. ആവശ്യത്തിന് ഇൻ്റർനെറ്റ് കണക്ഷനുമുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ യുവാവ് പിടിയിലായി. പനങ്കാവ് സ്വദേശി അക്ഷയിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നു. സെൻട്രൽ ജയിലിന് പുറത്തുനിന്ന് തടവുകാർക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെയാണ് ഒരാൾ പിടിയിലായത്. മൊബൈൽ ഫോണിനൊപ്പം ബീഡിയും പുകയില ഉൽപ്പന്നങ്ങളും എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പനങ്കാവ് സ്വദേശി അക്ഷയും മറ്റ് 2 പേരും ചേർന്നാണ് ഫോൺ എറിഞ്ഞുകൊടുത്തത്. വാർഡന്മാരെ കണ്ടതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയും ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നു. ജയിൽ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി പരിശോധന നടത്തി മടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് മൊബൈൽ പിടിച്ചത്. രണ്ടാഴ്ച മുമ്പും 3 മൊബൈൽ ഫോണുകളും ചാർജറുകളും ഇയർഫോണുകളും കണ്ടെത്തിയിരുന്നു. ന്യൂ ബ്ലോക്കിൽ കല്ലിനടിയിലും കുളിമുറിയിലെ ജനാലയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണുകൾ. ഇതിനു മുമ്പ് പലതവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ജയിൽ ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ കുറ്റപത്രം തയ്യാർ. അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. മുൻമന്ത്രി KT ജലീലിൻ്റെ പരാതിയിലായിരുന്നു പോലീസിൻ്റെ നടപടി. ജലീലും സരിത നായരുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾക്കിടെ KT ജലീൽ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്ത് അന്വേഷണം നടത്തിയത്. സ്വർണ്ണക്കടത്തുകാരുമായി മുഖ്യമന്ത്രിക്കും ഓഫീസിനും ബന്ധമുണ്ടെന്ന് ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് PC ജോർജും സോളാർ കേസിലെ പ്രതിയായ സരിത നായരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നത്. സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെക്കുറിച്ച് ഈ ശബ്ദരേഖയിൽ ജോർജ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തനിക്കും മുഖ്യമന്ത്രിക്കുമെതിരായ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പരാതി KT ജലീൽ നൽകിയത്. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വപ്നയും PC ജോർജും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറഞ്ഞത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് സമരങ്ങൾ നടത്തി കലാപമുണ്ടാക്കുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യമെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്ന തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ജലീലും സരിത നായരുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ. തിരുവനന്തപുരം കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെ ഏതു വിധേനയും സർക്കാരിന് സംരക്ഷിക്കണം. അതിനായി അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാർ. ADGPക്കെതിരെ മുൻ സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. നിലവിലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്.
തൃശൂർ പൂരം നടത്തിപ്പിൽ അജിത് കുമാറിന് വീഴ്ച ഉണ്ടായെന്നും ജോലി ചെയ്യാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിയെന്നുമായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അജിത് കുമാറിനായി ഏതോ അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുവെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ സംശയം ബലപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്നും നടപടി വേണമെന്നുമുള്ള പോലീസ് മുൻ മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തിരിച്ചയച്ചു. ഇപ്പോഴത്തെ പോലീസ് മേധാവിയോട് അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തിരിച്ചയച്ചത്. തൃശൂർ പൂരം നടത്തിപ്പിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്നും ജോലി ചെയ്യാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിയെന്നുമായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ട് അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്നാണ് ഫയൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ADGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന ആരോപണവും വ്യാജമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിലും അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ദർവേസ് സാഹിബ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടും പുതിയ പോലീസ് മേധാവിയുടെ പരിശോധനയ്ക്കായി മടക്കിയിരിക്കുകയാണ്. നടപടി ശുപാർശ റവാഡ ചന്ദ്രശേഖർ പിൻവലിച്ചാൽ ആ പഴുതുപയോഗിച്ച് വിശ്വസ്തനെ രക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിക്കൽ ലഹരി കേസിൽ പിടിവീണാൽ അവർ പിന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നോട്ടപ്പുള്ളികളായിരിക്കും. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ ചെറുപ്പക്കാർ നിരീക്ഷണ വലയത്തിലുണ്ടാകും. കൊല്ലത്ത് 2 ഇടങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് സ്ഥിരം ലഹരി കേസ് പ്രതികളാണ്. കൊല്ലം നഗരത്തിൽ 75 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിലായി. കടയ്ക്കലിൽ നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയെയും പിടികൂടിയിട്ടുണ്ട്. അതിനിടെ കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ കേസിൽ 3 നൈജീരിയൻ സ്വദേശികളടക്കം 7 വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് 7 പേരെയും കോഴിക്കോട് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിപണിയിൽ 5 ലക്ഷം രൂപ വിലയുള്ള രാസലഹരിയായ MDMA-യുമായാണ് അറസ്റ്റിലായത്. ഓണത്തിന് കൊല്ലം നഗരത്തിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന MDMA-യാണ് കൊല്ലം വെസ്റ്റ് പോലീസിന്റെയും കൊല്ലം സബ് ഡിവിഷൻ ഡാർസാഫ് ടീമിന്റെയും സംയുക്ത നീക്കത്തിനൊടുവിൽ പിടികൂടിയത്. ഇത് 3ാം തവണയാണ് ഇയാൾ MDMA-യുമായി പിടിയിലാകുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ACP S. ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം റൂറൽ SP-ക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കടയ്ക്കലിൽ ഡാർസാഫ് SI-യുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. ചിങ്ങോലിയിൽ ബസ്സിറങ്ങിയ വിപിൻദാസ് കടയ്ക്കലിലെ വാടക വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി പോലീസ് പരിശോധന കണ്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മുഷിഞ്ഞ കവർ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളെ 2.5 കിലോ കഞ്ചാവുമായി ഡാർസാഫ് SI ജ്യോതിഷ് ചിറവൂർ പിടികൂടിയിരുന്നു. റിമാൻഡ് കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങിയ ഇയാൾ വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു. പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനിടെ കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ കേസിൽ 3 നൈജീരിയൻ സ്വദേശികളടക്കം 7 വിദേശികളെ പോലീസ് പിടികൂടി. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് 7 പേരെയും കോഴിക്കോട് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് 1 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. 778 ഗ്രാം MDMA-യുമായി മലപ്പുറം സ്വദേശിയെ പിടികൂടിയ കേസിലാണ് ഹരിയാനയിലെ നൈജീരിയൻ സ്വദേശികളിലേക്കും അന്വേഷണമെത്തിയത്. ഗുരുഗ്രാമിൽ വെച്ച് രാസലഹരി നിർമ്മിച്ച് ഡാർക്ക് വെബ് വഴി വിൽപ്പന നടത്തുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട് കൊട്ടാരക്കര. മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ലഹരി മാഫിയയും സജീവമായി രംഗത്തുണ്ട്. ലഹരിയും ചാരായവും വ്യാജമദ്യവും വലിയ രീതിയിൽ ഇവിടേക്ക് ഒഴുകുന്നുണ്ട്. ഇടുക്കിയിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് തയ്യാറാക്കിയ ചാരായവും കോടയും എക്സൈസ് പിടികൂടി. 2 സംഭവങ്ങളിലായി 15 ലിറ്റർ ചാരായവും 225 ലിറ്റർ കോടയുമാണ് കണ്ടെത്തിയത്. 14 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടുമ്പൻചോല എക്സൈസ് സംഘം വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. നെടുങ്കണ്ടം പുഷ്പകണ്ഠത്തു നിന്നും 15 ലിറ്റർ ചാരായവും 5 ലിറ്റർ കോടയുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പുഷ്പകണ്ഠം സ്വദേശികളായ മണിച്ചേരിയിൽ ഫൈസൽ, മൈലമൂട്ടിൽ വിജയൻ എന്നിവർ അറസ്റ്റിലായി.
ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ ഷെഡിലാണ് ഇവർ ചാരായം വാറ്റിയത്. വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. തമിഴ്നാട് അതിർത്തി മേഖലയായ മണിയൻപെട്ടിയിൽ നടത്തിയ പരിശോധനയിൽ 220 ലിറ്റർ കോട കണ്ടെത്തി നശിപ്പിച്ചു. ഈ കേസിൽ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. സേനാപതിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 16 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. സംഭവത്തിൽ മേലെ ചെമ്മണ്ണാർ സ്വദേശി കടുവാപ്പാറയ്ക്കൽ സിനറ്റ് അറസ്റ്റിലായി. ഇയാളുടെ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം പതിവായതോടെ നാട്ടുകാർ പല പ്രതിരോധ നടപടികളും സ്വീകരിക്കാറുണ്ട്. ചിലർ പന്നിക്കെണി വയ്ക്കും. മറ്റു പ്രദേശങ്ങളിൽ പന്നിയെ കൊല്ലാൻ സ്ഫോടക വസ്തു പ്രയോഗിക്കും. മലപ്പുറം പോരൂരിൽ ചായക്കടയിൽ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് പന്നിയെ കൊല്ലാൻ സൂക്ഷിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ്. സ്ഫോടനത്തിൽ ചായക്കട ഉടമ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും കടയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോരൂർ രവിമംഗലത്ത് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചായക്കട നടത്തിയിരുന്ന പോരൂർ വാളമുണ്ട വെളുത്തേടത്ത് ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണന്റെ കടയിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ള വസ്തുക്കളും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിരുന്നു. പന്നിയെ കൊല്ലാൻ സൂക്ഷിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. പ്രതി ഉണ്ണികൃഷ്ണൻ മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഹോട്ടൽ നടത്തി വന്നിരുന്നത്. പ്രതിക്ക് പന്നിയിറച്ചി വിൽപ്പനയുള്ളതായി പോലീസ് പറഞ്ഞു. മുൻപും സമാനമായ കേസിൽ ഉണ്ണികൃഷ്ണൻ പ്രതിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ CI A ദീപകുമാർ പറഞ്ഞു. കടയിൽ എന്തോ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ട് ആളുകൾ അവിടുന്ന് പോലീസിനെ വിളിച്ചു പറയായിരുന്നു. പോലീസ് സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച സമയത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് നടത്തുന്ന ഒരു ചായക്കട, ആ ചായക്കട ഉള്ളിലാണ് ഈ എന്തോ എക്സ്പ്ലോസീവായിട്ടും പൊട്ടിയതായിട്ടും പോലീസിന് മനസ്സിലായത്. അത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പിന്റെ അലമാര കേട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചില്ല് അലമാര ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ചുറ്റുപാടും കടലാസ് കഷ്ണങ്ങളും മുന്റെ കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും നടക്കുന്നതായി കാണപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ ഈ വ്യക്തിയെ അന്വേഷിച്ചതിൽ ആ വ്യക്തി പരിക്ക് പറ്റി, അയാൾക്കും ആ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയിരുന്നു, വേറെ ആൾക്കും പരിക്ക് പറ്റിയിരുന്നു. അയാളെ ഹോസ്പിറ്റലിൽ പോയി അറിയാൻ കഴിഞ്ഞു. കൂടുതൽ പരിശോധിച്ചതിൽ ഈ പന്നിപ്പടക്കാൻ ഉണ്ടാക്കാൻ ഉള്ള സാമഗ്രികൾ, ആ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസിന് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും കടയുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പ് മേശയുടെ അടിഭാഗവും തകർന്നു. പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ സ്ഥലം തൂത്തുവാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളഞ്ഞു. വലിയ ശബ്ദത്തിലുള്ള പൊട്ടിത്തെറിയെ തുടർന്ന് സ്ഫോടന സമയം കടയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാളുടെ ചെവിക്ക് പരുക്കേറ്റു. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും അതേ തുടർന്നുള്ള പരാതിയും കേസുമൊക്കെ ഈ സമീപകാലത്തായി ഏറെ പറഞ്ഞു കേൾക്കാറുണ്ട്. വർഷങ്ങളോളം പ്രണയിച്ചയാൾക്കെതിരെ എന്തുകൊണ്ടായിരിക്കും യുവതികൾ പീഡന പരാതിയുമായി രംഗത്ത് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പ്രണയച്ചതിയാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാൾക്കെതിരെ യുവതികൾ പീഡന പരാതി നൽകാറുണ്ടോ? ചില ബന്ധങ്ങളിൽ കാപട്യമുണ്ട്. ചിലർ ലൈംഗികമായി ചൂഷണം ചെയ്ത ശേഷം പെൺസുഹൃത്തിനെ ഒഴിവാക്കാൻ നോക്കും. അതിനവർ പല കാരണങ്ങളും കണ്ടെത്തും. താൻ ചതിക്കപ്പെട്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യുവതികൾ പീഡന പരാതി നൽകുന്നത്. ഇവിടെ റാപ്പർ വേടനും രാഹുൽ മാങ്കൂട്ടത്തിനുമൊക്കെ സംഭവിച്ചതാകാം. ഒരേ സമയം പലരെ പ്രണയിക്കും. പിന്നീട് ചതിക്കപ്പെട്ടവരാകാം പരാതിയും ആരോപണവുമായി രംഗത്ത് വരുന്നത്. നമ്മൾ ഒരാളെ കള്ളത്തനം പറഞ്ഞ് സ്നേഹിക്കരുത് കേട്ടോ. അതവരുടെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞേക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.